ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈന്തപ്പഴവും നമ്മുടെ ഡബ്ലോളിക്ക അല്ലെങ്കിൽ ലൂബിക്ക എന്ന് ചിലർ പറയും. അപ്പോൾ ഡബ്ലോളിക്ക എന്നാണ് ഇവിടെ പറയുന്നത്, ചിലർ ലൂബിക്ക എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഈന്തപ്പഴമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ ഈന്തപ്പഴവും ലൂബിക്കയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ അച്ഛനിവിടെ മുറ്റത്തിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞു. തീ കത്തി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തു. തീ കത്തി കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തീയൊക്കെ കത്തിച്ച് നമ്മൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുവാണ്. എണ്ണയ്ക്ക് പിശുക്കൊന്നും വരുത്തണ്ട, അത്യാവശ്യം എണ്ണ ഒഴിക്കണം നമ്മുടെ അച്ചാറിന്. അപ്പോൾ നമ്മൾ അച്ഛനാണ് കടുക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ കടുകൊക്കെ ഇട്ട് കൊടുക്കുവാണ്. ഉലുവ വേണമെങ്കിൽ ഉലുവയും നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ കടുകൊക്കെ ഇട്ട് കടുകൊന്ന് പൊട്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അച്ഛൻ ഇവിടെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില എല്ലാം കഴുകി എടുക്കുവാണ് കേട്ടോ. ഇനി കറിവേപ്പിലയുടെ ആവശ്യമുണ്ട് നമുക്ക് അച്ചാറിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട്. അച്ഛൻ പറഞ്ഞാണ് കറിവേപ്പില ഇട്ടാൽ മതിയെന്ന്. അപ്പോൾ പിന്നെ നമുക്ക് കറിവേപ്പില ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛനെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുവാണേ കറിവേപ്പില. അപ്പോൾ നമ്മൾ ഇതിടുന്നതിന് മുൻപ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ അങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ മൂത്ത് വന്നപ്പം അതിലേക്ക് നമ്മൾ വിനാഗിരിയും ചേർത്ത് ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമ്മൾ ഈന്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈന്തപ്പഴവും പിന്നെ നമ്മുടെ ലൂബിക്കയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഫസ്റ്റ് നമ്മൾ ഈന്തപ്പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈന്തപ്പഴം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ലൂബിക്കയും കൂടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ആ സമയത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം കൂടെ തിളപ്പിച്ച് ഒരു ചെറിയ ചൂടായാൽ മതി. അപ്പോൾ ചൂടുവെള്ളം റെഡിയാക്കി വെച്ചേക്കണം. കാരണം നമുക്ക് ഈ അച്ചാറിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ലൂബിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നാളൊക്കെ നമ്മൾ ഈ അച്ചാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, ചൂടുവെള്ളം ആണെങ്കിലും ഉപയോഗിച്ച് കൊടുക്കരുത്. നമ്മൾ വിനാഗിരി തന്നെ ചേർത്ത് കൊടുക്കണം. പക്ഷേ ഇത് അധിക നാളത്തേക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ലൂബിക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ച് എടുക്കുന്ന വരെ നമ്മളിത് വെയിറ്റ് ചെയ്യാം. വെന്ത് വരുന്നതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണോ എന്നൊന്ന് ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ നാരങ്ങയും നമ്മുടെ ഈന്തപ്പഴവും കൂടെ ചേർത്താണ് അച്ചാറിടാറുള്ളത്. ഇതിപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഞാനായിരിക്കും ആദ്യം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. അച്ചാർ ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ നമ്മൾ ഈന്തപ്പഴവും നമ്മുടെ ലൂബിക്കയുടെ പുളിയും ഈന്തപ്പഴത്തിൻ്റെ മധുരവും എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഒരുപാട് നാളത്തേക്കാണെങ്കിൽ ഒരിക്കലും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ചേർക്കേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തീരുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വിനാഗിരി അല്ല, വിനാഗിരി അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചുകൂടെ എടുത്ത് വറ്റിച്ചെടുക്കണം കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ നമ്മൾ ഈ അടുപ്പിലായതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ കായപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക.
അതിൻ്റെ പാകമൊക്കെ എത്ര അളവുണ്ടെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. തീയൊക്കെ ഞാൻ കുറച്ചിട്ടു, കാരണം അടി പിടിക്കുമോ എന്നുള്ള പേടി കൊണ്ട് തീയെല്ലാം കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. വിനാഗിരി വേണമെന്നുള്ളവർക്ക് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പറ്റിച്ചിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ കിട്ടും കേട്ടോ. ഇതും ടേസ്റ്റ് തന്നെയാണ്, വിനാഗിരി ഒത്തിരി ചേർക്കാതിരിക്കുന്നതിനാണ് നല്ലത്. അപ്പം നോക്കിയാൽ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരൊറ്റ സാധനം മതി, നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. നമ്മുടെ സാധാരണ മാങ്ങാച്ചാർ നാരങ്ങാച്ചാർ പോലൊന്നും അല്ല, അടിപൊളി ടേസ്റ്റാണ് ഈ അച്ചാറിനെ. നമ്മുടെ നാട്ടിൽ ഇതിനെ ഡബ്ലോളിക്ക എന്നാണ് പറയുന്നത് കേട്ടോ. ചില നാടുകളിൽ ഇതിനെ ലൂബിക്ക എന്നൊക്കെ പറയും. നല്ല പുളിയാണ്. ഈന്തപ്പഴം ആണെങ്കിൽ നന്നായിട്ട് വെന്ത് അലുത്ത് പോയി കേട്ടോ. ഇതിനകത്ത് ഈന്തപ്പഴം കാണാനേ ഇല്ല സത്യം പറഞ്ഞാൽ, പക്ഷേ ഈന്തപ്പഴത്തിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊക്കിയെടുത്ത് നമ്മുടെ അടുക്കളയെ കൊണ്ട് വെക്കാവേ. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് അല്ലേ. അപ്പോൾ ഈ അച്ചാർ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഫസ്റ്റ് അച്ഛനെ കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിപ്പിക്കാം കേട്ടോ. നമ്മൾ സാധാരണ നാരങ്ങയും ഈന്തപ്പഴവും കൂട്ടിയാണ് അച്ചാറിടുന്നത് കേട്ടോ. സാധാരണ അങ്ങനെയാണ് അച്ചാറിടാറുള്ളത്. പക്ഷേ ഇത് ലൂബിക്ക നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതിനു മുമ്പേ. നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ഇട്ടത്. നല്ല രുചിയുണ്ട്, സൂപ്പറാടാ. നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.